അല്ല, ഇന്നലെ അങ്ങയുടെ കോൾ ഇവിടെ വന്നു എന്ന് നമ്മുടെ പുസ്തകോത്സവ സമിതിയുടെ സംഘാടകർ എന്നോട് പറഞ്ഞു. അത് 2 മണിക്ക് തന്നെ ഇറങ്ങാം, അല്ലെങ്കിൽ യാത്ര ഇങ്ങോട്ട് വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാനിങ്ങനെ പെട്ടെന്ന് ഈ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യങ്ങൾ ആലോചിച്ചു. കഴിഞ്ഞ ദിവസം വാർത്തകളിലൊക്കെ ഇങ്ങനെ GS ഇങ്ങനെ വല്ലാതെ നിറഞ്ഞു വന്നു. പാർട്ടിയുടെ സമ്മേളനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ സമ്മേളനങ്ങൾ അങ്ങേ കണ്ടില്ല. അത് കഴിഞ്ഞിട്ടിപ്പോൾ മാധ്യമങ്ങളിൽ വന്നൊരു വാർത്ത എന്ന് പറയുന്നത് യാത്രയുടെ ബുദ്ധിമുട്ടൊക്കെ പറയുന്ന പോലെ സഖാവിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ചില പരിപാടികളിൽ പങ്കെടുത്തില്ല എന്ന് പാർട്ടിയുടെ ജില്ലാ ഘടകം പറഞ്ഞു എന്നും അങ്ങനെയല്ല എന്ന് സംസ്ഥാന കമ്മിറ്റി തിരുത്തിയെന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനത്തെ വല്ല ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ എന്നായിരുന്നു ഞാൻ നോക്കിയത്. ഇപ്പൊ കണ്ടപ്പോൾ ഒരു കുഴപ്പമില്ല, പഴയ പോലെ ആരോഗ്യവാനായി വളരെ ഉഷാറോടെ തന്നെ GS നിൽക്കുന്നുണ്ട്. എന്താണ് ഈ ബുദ്ധിമുട്ട് എന്ന് പറയുന്ന ഒരു വാക്ക് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായി വന്നത്? ബുദ്ധിമുട്ടെന്ന വാക്ക് ഞാൻ പറഞ്ഞതല്ല, ബുദ്ധിമുട്ടെന്നൊരു വാക്ക് അവിടെ ഒരു നേതാവ് പറഞ്ഞതാണ്. അങ്ങനെ പറയാൻ പാടില്ലെന്നാണ് സ്റ്റേറ്റിൽ നിന്നുള്ള ലീഡർഷിപ്പ് പറഞ്ഞത്. അത് ഉള്ളതാണല്ലേ ഈ വാർത്ത? അങ്ങനെ ഒരു സംഭവം നടന്നു? ആ പത്രത്തിൽ അച്ചടിച്ചു. പത്രത്തിൽ വന്നതെല്ലാം ശരിയാണോ? പത്രത്തിൽ അച്ചടിച്ചു വന്ന ആ സ്റ്റേറ്റ്മെന്റ് ബുദ്ധിമുട്ടായതുകൊണ്ടാണെന്നുള്ളത് പത്രത്തിൽ അച്ചടിച്ചു വന്ന വാർത്തയാണ്. അപ്പൊ അത് ശരിയായിരിക്കും, പേരിലാണ് അച്ചടിച്ചു വന്നത്. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ സഖാവ് G. സുധാകരന്? എനിക്കെന്ത് ബുദ്ധിമുട്ട്? എനിക്ക് 2 മാസം സുഖമില്ലായിരുന്നു. അത് ഓഗസ്റ്റ് സെപ്റ്റംബർ 2 months ആദ്യമായിട്ടാണ്. പെട്ടെന്ന് അതൊക്കെ മാറി. ഇപ്പോ ഒക്ടോബർ ആദ്യം മുതൽ ഞാൻ എല്ലാ പരിപാടിക്കും പോയി. ഞാൻ കാസർഗോഡ് പോയി, കോഴിക്കോട് പോയി, വടകര പോയി, ഇപ്പൊ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ പോയി. കഴിഞ്ഞ ആഴ്ച ശ്രീനാരായണഗുരു യൂണിവേഴ്സിറ്റിയില്ലേ, അവിടെ നവംബർ 1 ഭാഷാദിനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയി. ഇപ്പൊ ഇവിടെ വന്നില്ലേ. അങ്ങനെ പരിപാടിക്കൊന്നും ഒരു താല്പര്യമില്ല. പൊതുവെ ഇത് സാധാരണ പാർട്ടി പരിപാടിയല്ല, സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് കിട്ടുന്ന വേദികളല്ല ഇതൊന്നും. ചിലപ്പോൾ മന്ത്രിമാരോ അങ്ങനെയൊക്കെയുള്ള കുറച്ച് പേരെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കും, അല്ലാതുള്ളവരൊന്നും ഇതൊന്നും നമ്മൾ വിളിക്കില്ല. അപ്പൊ അതിനെല്ലാം പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്തായിരിക്കും പെട്ടെന്ന് അങ്ങയുടെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ അങ്ങയുടെ വീടിന് തൊട്ടടുത്ത് പാർട്ടിയുടെ സമ്മേളനം നടക്കുമ്പോൾ പാർട്ടിയിലെ ഏറ്റവും വലിയ മുതിർന്ന ആലപ്പുഴയിലെ നിന്നുള്ള നേതാവായ അങ്ങക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നൊരു പാർട്ടി ഘടകത്തിന് തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കും? ഘടകത്തിന് തോന്നുന്നതല്ല, എൻ്റെ നേതാവ് പറഞ്ഞതാണ്. ഘടകം കൂടി ആലോചിച്ചൊന്നും പറഞ്ഞല്ലോ. അദ്ദേഹം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. ഓരോരുത്തരുടെയും പൊളിറ്റിക്കൽ കോൺഷ്യസ്നസ് അതിനെ ആശ്രയിച്ചിരിക്കും. എസ്പെഷ്യലി മാർക്സിസ്റ്റ് കോൺഷ്യസ്നസ് അതിനെ ആശ്രയിച്ചാണ്. വ്യക്തികൾ രണ്ടാളും ഒരുപോലെ അല്ലല്ലോ. ഐഡിയോളജി ഒന്നായാലും ആ ഓരോരുത്തരും അബ്സോർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അവർ സംസാരിക്കുന്നത് മനസ്സിലാവും. അണ്ടർസ്റ്റാൻഡ്? അപ്പം അതിപ്പം അതിശക്തിയുള്ള കാര്യമില്ല. അദ്ദേഹം പറഞ്ഞു നമ്മളെ സംബന്ധിച്ച് അങ്ങനെയുള്ള യാതൊരു പ്രശ്നമില്ലല്ലോ. ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. അങ്ങനെയല്ല, അങ്ങനെയൊന്നും പ്രശ്നമില്ല. അങ്ങനെ സാധാരണ പാർട്ടിക്ക് ഈ പറഞ്ഞ ഒരു മാർക്സിയൻ കോൺഷ്യസ് എന്ന് പറയുന്ന ഒരു സാധനം, അല്ലെങ്കിൽ മാർക്സിയൻ ചിന്താ പദ്ധതി എന്ന് പറയാം, അതിന്റെ ഭാഗമായി ആലപ്പുഴയിൽ അങ്ങേപോലെ ഒരാൾ നിൽക്കുമ്പോൾ അവിടുത്തെ പാർട്ടി സമ്മേളനത്തിൽ ഇത്തവണ GS വേണ്ട എന്ന് തീരുമാനിക്കാൻ ഒരാൾക്ക് തോന്നുന്നുവെങ്കിൽ അതെന്തോ ഒരു കുഴപ്പമില്ലേ? അയാൾക്ക് തോന്നിയതൊന്നുമല്ല, ഒരാൾക്ക് തോന്നിയതല്ല. ഇതിനൊക്കെ സംബന്ധിച്ച് ഇപ്പൊ കേരളത്തിലെ മാധ്യമ ലോകം അത് ആയിരക്കണക്കിന് ആളുകളുണ്ട്. അത് 10% ഒഴിച്ചാൽ ആർക്കും തന്നെ ഈ രാഷ്ട്രീയത്തിന്റെ അഗാധതകളും അതിന്റെ ഉള്ളുകളിലൊന്നും അറിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി ഒട്ടും അറിയില്ല. അതുകൊണ്ടാണ് ഈ വാർത്തകളൊക്കെ ഞാൻ നിലവിൽ ഞാനൊന്നും ആരോടും പറഞ്ഞില്ല. എനിക്ക് യാതൊരു വിഷമം ഉണ്ടായില്ല. കാരണം എനിക്ക് വിഷമമുണ്ടാവേണ്ട കാര്യമില്ല. കാരണം 42 വർഷം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലും ഏതാണ്ട് 40-45 വർഷം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിലും ഇരുന്ന് ഇതുപോലെയുള്ള 100 സമ്മേളനങ്ങൾ ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് വേണ്ടി യാതൊരു വിഷമമില്ല. ഈ മാധ്യമങ്ങൾക്ക് പറ്റിയ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു പാർട്ടിയുടെ അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തെ പറ്റി എൻ്റെ വീടിൻ്റെ തൊട്ട് കീഴിലാണ് കൊണ്ടുവച്ചത്. അതാണ് വേറൊരു പ്രശ്നം. അതിൻ്റെ കീഴിൽ കൊണ്ടുവച്ചത് കൂടിയാണ്. അവിടെ സമ്മേളനം നടക്കുന്നു. സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനം 100 പേരെങ്ങനെ ഉണ്ടാവുള്ളതിന്. ആ സമ്മേളനം എപ്പോഴും ഉദ്ഘാടനം ചെയ്യുന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ഉപരി കമ്മിറ്റിക്കാരാണ്. അതിന് സംഘടനാ രൂപത. ഞാനിപ്പോൾ എൻ്റെ പാർട്ടിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളൊക്കെ ഒഴിവായല്ലോ. ഒരു മാനദണ്ഡത്തിൻ്റെ പേരിൽ ഞങ്ങളെല്ലാം കൂടെ തീരുമാനിച്ച മാനദണ്ഡമല്ലേ. അത് യാതൊരു പ്രശ്നമില്ലല്ലോ. നാളെ ഓരോരുത്തരും ആ വഴിക്ക് വരും. എല്ലാവരും ഇപ്പോൾ ഇത്തവണ സമ്മേളനം കഴിയുമ്പോൾ കുറേ പേര് വരും, ഇരിക്കട്ടെ. അത് ഭാവിയിൽ എന്ത് പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ള അന്ന് കാണാം. അതേപ്പറ്റി ഇപ്പം ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ സമ്മേളനം പ്രതിദിവസം ഉദ്ഘാടനം ഞാൻ എന്നെ വിളിക്കേണ്ട കാര്യമില്ല. അത് മാധ്യമങ്ങൾക്ക് അറിയില്ല, അവരത് എഴുതിയില്ല.
തൊട്ട് വീടിനടുത്ത് തന്നെ പൊതുസമ്മേളനം വെച്ചു. പൊതുസമ്മേളനത്തിൽ വിളിക്കാം, പബ്ലിക്കിനോടാണ് സംസാരിക്കുന്നത്. ആ പൊതുസമ്മേളനത്തിൽ വിളിക്കേണ്ടതായിരുന്നു എന്നാണ് AK സെന്ററിൽ നിന്നുള്ള ഏറ്റവും ഉന്നതനായ നേതാവ് പറഞ്ഞത്. അത് വിളിക്കാൻ ശരിയല്ല. പിന്നെ ഇങ്ങനെയൊക്കെ പത്രത്തിൽ വാർത്ത കൊടുക്കാൻ പാടില്ല, ഇതൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ പാർട്ടിയുടെ കൺസെപ്റ്റ് അതാണ്. ഒരാൾക്കൊരു അബദ്ധം പറ്റിയ വാക്കിൽ ഞാനതിന് പ്രതികരിക്കാനും പോയില്ല, എന്നെ ബാധിച്ചതായിട്ട് ഞാൻ ഭാവിച്ചിട്ടില്ല. പക്ഷെ മാധ്യമങ്ങൾ ഇതിന് വസ്തുതകളല്ല കാണുന്നത്, വേറെ തരത്തിലാണ്. അപ്പോൾ ആശ്മി എന്ന് പറഞ്ഞ പാറപ്പുറത്ത് പാറ കൊണ്ടടിച്ചാൽ ഉണ്ടാകുന്ന ശബ്ദം പോലെ സംസാരിക്കുന്ന ഒരാളുണ്ടല്ലോ ഈ 24-ല്. പാറപ്പുറത്ത് നിങ്ങൾ പാറ കൊണ്ടടിച്ചാൽ, അപ്പോൾ അത് കാരണം ഒരുപാട് പേരുടെ ശബ്ദം കേട്ട് അടച്ചു നോക്കും. കാരണം ഭയങ്കര പ്രശ്നമാണ്. അദ്ദേഹം മാത്രമാണ് പറഞ്ഞത്, നിങ്ങൾക്ക് മാറിക്കൊടുത്തൂടെ, നിങ്ങൾക്ക് പ്രായമായില്ല, നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടത്, ഇങ്ങനെയൊക്കെ ഒരു സ്റ്റൈലില് ഒരു 5 മിനിറ്റ് അങ്ങ് സംസാരിച്ചു. അയാൾക്ക് വല്ല കാര്യമുള്ളതാണോ? അയാൾക്ക് വല്ല കാര്യമുള്ളതാണോ? അല്ല. പാർട്ടി സ്റ്റേറ്റ് നേതൃത്വം എന്താ പറഞ്ഞത് ഇയാൾക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ ഇതാണ് മാധ്യമ പ്രവർത്തനം. ഉച്ചത്തിൽ ശബ്ദത്തിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആയിരം മാധ്യമങ്ങളുടെ മാത്രം കുഴപ്പമാണോ? അല്ല, ഞാൻ അയാളെ കുറ്റപ്പെടുത്തുകയല്ല. അയാളുള്ള എനർജറ്റിക്കായി പറഞ്ഞതുപോലെ വളരെ എനർജറ്റിക്കായി ആത്മാർത്ഥമായി അദ്ദേഹം പക്ഷേ ആരെ പറ്റിയാണ് പറയുന്നത് എന്നൊന്നും നോക്കുന്നില്ല. 3 തവണ മന്ത്രിയായാലും ഞാൻ 2 തവണ മന്ത്രിയായാലും 3 തവണ മന്ത്രിയായി പുള്ളിക്ക് എന്തോ ഒരു അനുസവം പോലെ ഞാൻ മന്ത്രിയായത് അല്ലേ? ആലോചിച്ചു ഇത്രയായില്ലേ, മറ്റൊരാളായോ ഇയാളായോ? അങ്ങനെ നമ്മുടെ കേൾവിക്കാരുടെ രാഷ്ട്രീയ ബോധത്തെ അങ്ങ് ശോഷിപ്പിക്കുകയല്ലേ. എല്ലാവരും മന്ത്രിയാകാൻ പറ്റുമോ? CPM മന്ത്രിയായത് ഈ 57 എത്ര പേരാ? അല്ല, ഞാൻ വേറൊന്ന് കേട്ടിട്ടുണ്ട്, എല്ലാം കൂടെ 10-30 പേരെ മന്ത്രിമാരായിട്ടുണ്ട് ഇന്നേവരെ. സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ കേരളത്തിലുണ്ടെങ്കിൽ അത് ജീസുകാരൻ മാത്രമാണ്. 2 തവണ ഒരു ട്രിവാൻഡ്രം സമ്മേളനത്തിൽ വെച്ചും അത് 2014 ആലപ്പുഴ സമ്മേളനം നടന്നു. അതിന്റെ സ്വാഗത സംഘത്തിന്റെ ചുമതലയൊക്കെ എനിക്കായിരുന്നു. പിണറായി നിർബന്ധിച്ചുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് സ്റ്റേറ്റ് കമ്മിറ്റി മതി. ഞാൻ പറഞ്ഞില്ല, അന്ന് സെക്രട്ടേറിയറ്റ് കേന്ദ്ര കമ്മിറ്റി വരുമെന്നുള്ള ഉറപ്പാണ്. പിന്നെ എവിടെയൊക്കെ വരുമെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ തെറ്റായി പോയി തോന്നുന്നുണ്ടോ? ഇല്ല, തെറ്റായി പോയി തോന്നേണ്ട കാര്യമില്ല. എന്താ തോന്നണം? പക്ഷേ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ജയസുധാകരൻ CPM-ന്റെ കേരള സംസ്ഥാന സെക്രട്ടറി ആവില്ലായിരുന്നോ? ആവണമെന്ന് നിർബന്ധം എന്താ? ഒരാളായി അവിടെ ഇരിപ്പുണ്ടല്ലോ, മതിയല്ലോ. അല്ല, ഒരു പക്ഷേ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വേണ്ട, ജില്ലയിൽ മതി എന്ന് തീരുമാനിച്ച് ജില്ല അങ്ങയുടെ തട്ടമായതുകൊണ്ട് സ്റ്റേറ്റ് കമ്മിറ്റിയിലിരുന്ന് ജില്ലയിൽ ഫോക്കസ് ചെയ്യാം. പക്ഷെ ആ ജില്ലാ കമ്മിറ്റി കുറെ കാലമായി അങ്ങയെ വല്ലാതെ സൈഡ് ലൈൻ ചെയ്യുന്നു എന്നൊരു ഫീല് പൊതുവെയുണ്ട്. അത് മാധ്യമങ്ങൾ മാത്രം പറയുന്നതല്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിലില്ല. സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിട്ടോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് ജില്ലയിലോ ഉള്ളപ്പോൾ ആ ഒരു അതോറിറ്റി ഇല്ലേ, ആ അതോറിറ്റിയുടെ പേരിൽ ഞാൻ ഒഴുന്നില്ലേ. അപ്പൊ പിന്നെ സൈഡ് ലൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് പറയുന്നത്? അതെന്താണ് അങ്ങനെ പറയുന്നത്? സൈഡ് ലൈൻ ചെയ്യല്ലോ. സംഘടനാ ചുമതല ഇല്ലാത്തത് മാത്രമല്ല, അതാണ് മാത്രമാണ് കാരണം. അത് സംഘടനാ ചുമതല ഉണ്ടെങ്കിൽ പാർട്ടി സംഘടനയ്ക്കകത്ത് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പബ്ലിക്കിനോട് സംസാരിക്കാം, അത് ഒഴിവാക്കേണ്ടതില്ല, ഒഴിവാക്കേണ്ടത് ശരിയായില്ല. അല്ല, അതിന് വേദി പറഞ്ഞല്ലോ, അതിന് വേദി കിട്ടുന്നുണ്ടോ? ആലപ്പുഴയിൽ വേദി കിട്ടുന്നുണ്ടോന്ന് ചോദിച്ചാൽ വേദി കുറവാണ്. അതിലൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ ആവശ്യപ്പെടാറില്ല. അവര് തിരിച്ചറിഞ്ഞ് വിളിക്കേണ്ടതല്ലേ? അതെന്തോ